അല്ലടാ നമ്മളെ ആചാര വരല്ലേ? നമ്മളെ കൽദരാജ് കൽദരാജിനെ വരാ ആ കൊടുത്താലോ? അപ്പൊ എല്ലാ കൊല്ലം എടുക്കണല്ലേ? വാ നടക്കുമോത്തെ ഇതെന്താ അറിയോ ആചാരെ ആ എങ്ങട്ടത് മൂന്നാളും കൂടി കണ്ടാ നമ്മളെല്ലാ കൊല്ലം കൊണ്ടുവരണല്ലേ? ഇക്കൊല്ലങ്ങൾ പറഞ്ഞ ആവശ്യമില്ല, നമ്മൾ കൊണ്ടുവരില്ലേ? മൂപ്പായതല്ലേ? ആചാരത് മുറ്റു സാധന നമുക്ക് പറ്റൂലേ? ചുരുങ്ങിയൊരു ഒന്നൊന്നര 1.5 കിൻഡല് വണ്ടിയിലുണ്ടല്ലോ. അതങ്ങ് കിട്ടിക്ക. ആചാര ഇത് ഇവിടുന്നാണ് വാങ്ങിയ പോത്തിനെ? ഇത് ചേളാരി ചെറുണ്ട് നിങ്ങളെ ഏത് ഇടത്തും പോലത്തെ ഏതോ തീരുമാനാക്കി ഹലാലായ സാധനങ്ങൾ ആചാര്യ അർത്ഥങ്ങൾ നേരിട്ട് നമ്മളെ പറ്റിക്കോ? അപ്പോലെ പൈസ കോയനെത്തിയില്ലടാ, അവന്റെ കായ് വരാണ്. നാളെ മറ്റന്നാളെ കുഴപ്പമില്ല. എന്നോടെ ആരാ പിന്നേരത്ത് അല്ല, ഇത് ഉദയത്തിറക്കുള്ള പ്രായമാണ്. പോത്ത് മൈനറാണ്. ഈ പടച്ചോൻ ആചാര കയ്യിലെ കൊടുത്തത്. പുസ്തകവാഞ്ഞാ മതിയല്ലേ? തൂങ്ങോ ലാസ്റ്റ്? ഏയ് ഇത് നമ്മളെ പോത്താണല്ലോ. ആചാരെ, എന്റെ വാപ്പന്റെ പോത്താണിത്. ഇതെങ്ങനെ ഇവിടെ വന്നേ? ആയിക്കോട്ടെ മോനെ, വൈകി ഉണ്ടാക്കട്ടാ, ഞാൻ വിളിക്കാം. അത് ആ സെർബ് ആക്കിയ മോള് കൊണ്ടേ കെട്ടിയാ. ഞാനേ വാപ്പ എന്നെ പരുത്തിക്കുരും പിണ്ണാക്കും വാങ്ങാനെന്ന് പറഞ്ഞ് പോത്തിനെ എന്നെ ഏൽപ്പിച്ചതാ. ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടിട്ട് തിരിഞ്ഞു പോത്തിനെ കാണാല്ലേ. 2 കൂമന്റെ മോശമുള്ള 2 തെണ്ടികൾ അതിലെ പോണെ ഞാൻ കണ്ടേ. ഒരുത്തിന് കൂമല മോശായം തന്നെയാണ്. ഓ, ഞാനാണെങ്കിൽ പോത്തിനെ കാണാനില്ലാത്ത ടെൻഷനില്ലേ 1100 ഉറുപ്പ്യ ബദിരീങ്ങളാണ്ടൊക്കെ പോത്തിനെ കിട്ടാൻ വേണ്ടിട്ട് നേർച്ചേർന്ന്. ആ പൈസ നഷ്ടമായല്ലോ. അതെ, പോത്തിനെ വേണേ നിങ്ങൾ എടുത്തോളി. എന്റെ വാപ്പനെ അറിയാതെ ഞങ്ങൾക്ക് തരാം. 50,000 ഉറുപ്പ്യന്റെ പോത്ത 25 തന്നാ മതി. വേണ്ട മോനെ, ഇജ്ജ് വരുമ്പോ ഒരു ഫോണ് വന്ന് കണ്ടില്ലേ ജി? ഞാൻ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് വന്നപ്പോ എന്റെ കുട്ടിക്ക് നാളെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിലാണ് ഒരു നായ പൈസ ഇല്ല. ഞങ്ങളൊന്ന് കഴിച്ചിലാക്കി തരണം. എനിക്ക് വേറെ ആരോടും പറയാനില്ലായിട്ടാണ് ഇപ്രാവശ്യം ഒതിയ തർക്കളിലൂട്ടിയെ. ആ എന്താ ആചാരെ, നിങ്ങളെ പോലുള്ള ആൾക്കാർ ഒലിയ തർത്തില്ലേ, നാണക്കേടാട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. എന്റെ ചങ്ങായിന്റെ മോണ്ട്, ഓന്റെ കുട്ടിക്ക് സുഖമില്ലാതെ ഇപ്പൊ വിളിച്ച് വരുമ്പോ ആ കോളാക്കി വന്നത്. ഞാനേ ഉദയത്തിറക്കാതെ ആ കായ് ആ ചെക്കന് കൊടുക്കാനുള്ള പരിപാടിയില്ല. ആൾക്കാരെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് പടച്ചോനെ മാത്രം ബോധിപ്പിച്ചാൽ മതി. പടപ്പുകൾ എനിക്കൊരു വിഷയമല്ല.